എന്റെ അമ്മച്ചി, എന്താണിതൊക്കെ? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഖന്ന സാർ പറക്കുകയാണ്. ഇതിലങ്ങനെ സംശയിക്കാൻ എന്താ ഉള്ളത്? കണ്ണുകൊണ്ട് കാണല്ലേ. എങ്ങനെ പറക്കുന്നേ? എന്റെ അമ്മച്ചി, പച്ചരി കൊണ്ടുണ്ടാക്കിയാൽ കിട്ടും സ്വാദുള്ള പുട്ട്. ആരെങ്കിലും എന്നെ ഒന്നൊന്ന് സഹായിക്കേ. അടികൈ ഇപ്പൊ വേണ്ടേ, ആദ്യം എന്നെ സഹായിക്കേ, പിന്നെ അടിക്കാൻ കയ്യേ. ഞാൻ രക്ഷിക്കാം. ഇപ്പൊ എന്നെ ആര് രക്ഷിക്കും? നമ്മൾ പാല് കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുറങ്ങുന്നു. പറന്ന് പറന്ന് എന്റെ തല കറങ്ങുന്നു. അടികൈ. പക്ഷെ അങ്ങേക്ക് എങ്ങനെയാണ് പറക്കാൻ കഴിഞ്ഞത്? ഈ ചെരുപ്പാണ് കാരണം. ട്രാഫിക്കിന്റെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് എന്റെ മുത്തച്ഛൻ എനിക്കുണ്ടാക്കി തന്ന ഷൂ ആയത്. പക്ഷെ എനിക്കിത് കൺട്രോൾ ചെയ്യാനാവുന്നില്ല. മാഡം, മുത്തച്ഛന്റെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. പാടത്ത് മത്തൻ കുഴിച്ചു വെച്ചെന്ന് വെച്ച് കുമ്പളം മുളക്കില്ല. അതെന്റെ മുത്തച്ഛനാ, നിങ്ങളുടെ മുത്തച്ഛനാക്കാൻ ശ്രമിക്കണ്ട. മുത്തശ്ശൻ വലിയ പ്രശ്നത്തിലാണ്. ടീഷർട്ടിന് ബട്ടൺ വെച്ചാൽ ഷർട്ട് ആവുകയില്ല. മുത്തച്ഛൻ എന്നോട് പറഞ്ഞതുമില്ല ഈ പ്രശ്നം ഉണ്ടാവുമെന്ന്. അടികൈ. ഖന്ന സാറേ, 2 മിനിറ്റ് മിണ്ടാതിരിക്ക. മാഡം, നമുക്ക് മുത്തച്ഛനെ കാണാൻ വേണ്ടിട്ട് പാലൻപൂരിലേക്ക് പോകണം. പക്ഷെ അദ്ദേഹത്തിന്റെ വീട് അവിടെ അല്ലല്ലോ. അത് അങ്ങയുടെ മുത്തച്ഛനാണ്. എന്റെ മുത്തച്ഛൻ പാലൻപൂരിലാണ് ഉള്ളത്. എടാ കുട്ടാ, നിന്റെ മുത്തച്ഛൻ ഏതോ ഒരു വീടിന്റെ തിണ്ണയിലല്ലേ കിടക്കുന്നേ? അത് മറ്റൊരു മുത്തച്ഛനാണ്. ഓഹോ, നിങ്ങൾ ആദ്യം സംസാരിക്കുന്ന ഒന്ന് നിർത്ത്. ആദ്യം മുത്തച്ഛൻ എന്തിനു വേണ്ടി വിളിച്ചെന്ന് പറയേ. അദ്ദേഹം പറഞ്ഞത് ഫോണിൽ പറയാൻ പറ്റില്ലെന്നാണ്. എന്തോ വലിയ കാര്യമത്രേ. ഓക്കേ, പോയിക്കോളൂ. എന്നാൽ പോകുമ്പോ സൂക്ഷിക്കണം. താങ്ക് യു ഖന്ന സാർ. സന്ധ്യയായാൽ സൂര്യൻ പടിഞ്ഞാറ് മറയുന്നു. എനിക്കെന്തിന് താങ്ക്സ് പറയുന്നു? അടികൈ. അങ്ങല്ലേ പറഞ്ഞത് എന്റെ കാർ കൊണ്ടുപോയിക്കൊള്ളുന്നു. അതിനുള്ള താങ്ക്സ് ആയത്. എടാ, ഞാൻ കാറ് കൊണ്ടുപോകാനായിട്ട് എപ്പോഴാ പറഞ്ഞത്? ഇവിടെ എന്തോ ഉത്സവം നടക്കുകയാണ്. ചിലപ്പോ നീ ഐസ് കട്ട മേലിന്ന് വീഴുന്നുണ്ടായിരിക്കും ഇത്രയും തണുപ്പ്. കഴുതേ, ഇവിടെ മഞ്ഞുമഴ പെയ്യുകയാണ്. നീ മഞ്ഞുമഴ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷെ ടിവിയിൽ കണ്ടതുകൊണ്ട് തണുപ്പറിഞ്ഞില്ല. എന്നാ മഞ്ഞുമലയ്ക്ക് ഇത്രയും തണുപ്പുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സൂക്ഷിച്ച്, താഴെ കൊക്കയാ. 2 ടയറും ഇപ്പോൾ കുഴിയിലാണ് കിടക്കുന്നത്. വിഷമിക്കേണ്ടെന്നേ, നമുക്ക് എന്തിനാ ആവശ്യമില്ലാത്ത 2 ടയറുകൾ? കഴുതേ, നമ്മുടെ കാറുടെ ടയറാടാ കുഴിയിലുള്ളത്. കൊച്ചളിയ, ജസ്റ്റ് ചിൽ. കാർ അപകടത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ നീ പറയുന്നത് ജസ്റ്റ് ചിൽ. വെറുതെ വിഷമിക്കണ്ട, കാറ് ഖന്ന സാറിന്റെ ആണല്ലോ. എടാ കഴുതേ, കാർ ഖന്ന സാറിന്റെ ആയിരിക്കാം. എന്നാ പക്ഷെ ജീവൻ നമ്മുടെ അല്ലേ? സ്റ്റിയറിംഗ് ഞാൻ പിടിക്കാം. എന്നാ പിടിച്ചോ. നീ എന്താണ് കാണിച്ചത് കഴുതേ? എടാ സൂക്ഷിച്ച്, സൂക്ഷിച്ചു പോ. എടാ നോക്കിപ്പോ. എത്തിപ്പോയി. നമ്മൾ എത്തിയത് വലിയ സംഭവമൊന്നുമല്ല. എന്നാൽ സംഭവം നമ്മൾ ജീവനോടെ എത്തിയതാണ്. സംശയമുണ്ടോ? ഈ സ്ഥലം കണ്ടിട്ട് എനിക്ക് വല്ലാതെ പേടിയാകുന്നു. പേടിക്കണ്ട മക്കളെ, നിങ്ങൾ ആരും പേടിക്കണ്ട. ഞാൻ മുത്തശ്ശനാ, മുത്തശ്ശൻ.
മുത്തച്ഛൻ എന്ത് പണിയാ കാണിച്ചേ? പേടിച്ചു പോയി ഞങ്ങൾ. നിങ്ങൾ അകത്തോട്ട് വാ, ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. മുത്തശ്ശ, ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? എന്താണ് പ്രശ്നം? എന്റെ സോദർ മോനെ, എനിക്ക് പ്രായമൊക്കെ ആയില്ലേടാ. അപ്പൊ ഇത് പറയാനായിട്ടാണോ ഞങ്ങൾ ഇത്രയും ദൂരം നിന്ന് വിളിച്ചു വരുത്തിയത്? അല്ലടാ മോനെ, പ്രശ്നം അതൊന്നും അല്ല. കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ ഈ ബംഗ്ലാവിൽ ജോലി ചെയ്യുക. എന്നാൽ ഇനി എന്നെ കൊണ്ട് അതിന് കഴിയുകയില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഈ ബംഗ്ലാവിൽ പാറാവുകാരന്റെ പണിയെടുക്കാൻ ഞങ്ങൾക്കാവില്ല. സംശയമുണ്ടോ? മോനെ, പ്രശ്നം ഞാനിവിടെ ജോലി ചെയ്യുന്നതല്ല. പ്രശ്നം പ്രഭുവും ദേവയുമാണ്. പ്രഭുദേവയായിട്ട് എന്താണ് പ്രശ്നം? അദ്ദേഹം നല്ല മനുഷ്യനാണല്ലോ, ഡാൻസ് അടിപൊളിയായിട്ട് കളിക്കും. അയ്യോ, ആ പ്രഭുദേവ അല്ലടാ മോനെ. പ്രഭുവും ദേവയും 2 സഹോദരങ്ങളാ. ബിൽഡറാണ്. ദുഷ്ടന്മാരും വളരെ നീചന്മാരുമാണ്. ഈ പ്രദേശത്തുള്ള പഴയ ബംഗ്ലാവുകളെല്ലാം മേടിച്ച് അത് ഇടിച്ചു കളഞ്ഞിട്ട് അവിടെ മാള് പിന്നെ 5 സ്റ്റാർ ഹോട്ടലൊക്കെ കെട്ടിപ്പൊക്കുക. അവരിപ്പോ ഈ ബംഗ്ലാവ് മേടിക്കാൻ വേണ്ടി നടക്കുക. അപ്പൊ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയോ? അതേ മോനെ, പ്രശ്നം ഉണ്ടാക്കി. അവന്മാര് വലിയ കോടീശ്വരന്മാരും പ്രശ്നക്കാരുവാ. അവരെ പേടിച്ചിട്ടാണെങ്കിൽ ആരും ഒന്നും പറയുകയില്ല. എന്താ പറയേണ്ടത്? എന്നോട് പറയൂ, അത് ഞാൻ പറയാം. ഞാൻ പ്രഭുദേവെന്നല്ല, കമലഹാസനെയോ നാഗാർജുനെയോ ആരെയും തന്നെ ഞാൻ പേടിക്കില്ല. നമുക്ക് വേണ്ടത് അതൊന്നും അല്ല. ഈ ബംഗ്ലാവിനെ എങ്ങനെയും രക്ഷിക്കണം. മുതലാളി ജീവനോടെ ഉണ്ടായിരുന്നപ്പോ അവർക്ക് ആർക്കും ഇതിനൊന്നും ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു കാർ ആക്സിഡന്റിൽ മുതലാളിയും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകളും മിനിമോളും മരിച്ചുപോയി. അവന്മാര് തന്നെയാണോ ഈ ആക്സിഡന്റിന്റെ പിന്നിലെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഇനി പേടിക്കേണ്ട മുത്തശ്ശ, ഞങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് നിങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട് മക്കളെ. നേരം ഒരുപാടായി. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്കാം. ഇവിടെ വല്ലാത്ത തണുപ്പാണ് മുത്തച്ഛ. ഞങ്ങൾ ബംഗ്ലാവിൽ ഫയർ പ്ലേസിൽ തീയിട്ട് അവിടെ കിടന്നുകൊള്ളാം. ഗുഡ് നൈറ്റ് കുട്ടികളെ. മുത്തച്ഛൻ എന്നോട് പറഞ്ഞത് ഈ ബംഗ്ലാവിലെ ലൈറ്റ് ഒന്നും കത്തില്ല എന്നാണ്. അടിപൊളി ആപ്പിൾ. ഇതെന്താ ഈ സംഭവിക്കുന്നത്? ആപ്പിൾ പറക്കുന്നു. അത് പറന്നെന്റെ മുഖത്ത് വന്ന് ഇടിച്ചു. വെറുതെ കള്ളം പറയണ്ട. ഞങ്ങൾ പേടിക്കുന്ന കൂട്ടത്തിലല്ല. സംശയമുണ്ടോ? ഹണി, ഫയർ പ്ലേസിൽ വിറകുകളിട. ഞങ്ങൾ പോയി കിടക്കകൾ കൊണ്ടുവരാം. അങ്ങോട്ട് നോക്ക. ഇത് മുത്തച്ഛന്റെ മുതലാളി, അദ്ദേഹത്തിന്റെ ഭാര്യ, പിന്നെ അവരുടെ മകൾ മിനി. അല്ല, ഈ വിറക് കഷ്ണങ്ങളൊക്കെ എവിടെയാ പോയത്? അടിച്ചു പൊളിച്ചു തിമിർത്തു. ചെരുപ്പ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആരെങ്കിലും എന്നെ വന്ന് രക്ഷിക്കൂ, 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 രക്ഷിക്കൂ. എന്ത് പറ്റി? ചെരുപ്പ് എന്നെ അടിച്ചു. എടാ, ആരാ നിന്റെ ചെരുപ്പ് കൊണ്ട് അടിച്ചേ? എടാ, ആരുമല്ല, ചെരുപ്പ് തന്നെ തനിയെ പറന്നു വന്ന് എന്നെ അടിച്ചു. നിനക്കെന്താ വട്ടുപിടിച്ചോ? ഇവൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ ഒരു വശത്ത് നിന്ന് ഫയർ പ്ലേസിൽ വിറകുകളൊക്കെ ഇട്ടായിരുന്നു. എന്നാൽ മറുവശത്ത് അത് പറന്ന് പുറത്തേക്ക് പോയി. അങ്ങനെ എങ്ങനെയാ പറക്കാൻ കഴിയാ? എടാ, ഇതൊക്കെ ആരായി ചെയ്യുന്നത്? ഞാൻ തന്നെയാ. എടാ
ഇതും പറക്കുന്നു. സംശയമുണ്ടോ? ഇന്ന പിടിച്ചോ. എല്ലാവരും നിൽക്ക് നിൽക്ക്. എങ്ങോട്ടാ പോകുന്നത്? എടാ നിങ്ങൾ എന്താ അവിടെ തൊട്ട് കളിക്കുകയാണോ? വേഗം പുറത്തേക്ക് ഓടാൻ വാ. പോകരുതേ. എവിടെയാ? ആരാ ആരാ? പ്രഭുദേവയുടെ ആൾക്കാരാണോ നിങ്ങള്? ഈ ബംഗ്ലാവ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുകയില്ല. നിന്റെയൊക്കെ പ്രഭുദേവയോടങ്ങ് പറഞ്ഞാക്ക്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും എന്റെ പൊന്നു മുത്തശ്ശ, എന്റെ ജീവൻ പോയാലും സമ്മതിക്കില്ല. പ്രഭുദേവയോടങ്ങ് പറഞ്ഞാക്ക്. എന്റെ ജീവൻ പോയാലും ശരി. മുത്തശ്ശ, ബംഗ്ലാവിനകത്ത് ഒരു പെൺകുട്ടിയുടെ പ്രേതമുണ്ട്. എടാ മക്കളെ, അത് മിനിയാ, മിനി. മുത്തശ്ശോ, അത് മിനിയല്ല, മിനിയുടെ പ്രേതമാണ്. സംശയമുണ്ടോ? അതെ, അവൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. അല്ലല്ലല്ല, അവള് വളരെ നല്ല കുട്ടിയാ. ഒരുപക്ഷെ അവള് നിങ്ങളോടൊപ്പം കളിച്ചതായിരിക്കും. മുത്തശ്ശോ, ഞങ്ങളോടല്ല, ഞങ്ങളുടെ ജീവൻ വെച്ചാണ് അവള് കളിക്കുന്നത്. ഇത് കള്ളമാണ്. എടാ മക്കളെ, ഇത് മിനിയാ, പേടിക്കണ്ട. ഇത് മിനിയല്ല, മിനിയുടെ പ്രേതമാണ്. പക്ഷെ ഇവളെങ്ങനെ ഇവിടെ വന്ന? ഇവക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. അതുകൊണ്ടാ മരിച്ചിട്ടും ഇവളെന്നെ വിട്ടുപോകാത്തത്. കാരണം ഞങ്ങൾ അത്രയ്ക്ക് കൂട്ടായിരുന്നു. രക്ഷിക്കണേ. സൂക്ഷിച്ച്. മര്യാദയ്ക്ക് വിട്. വേണ്ട മിനി, വേണ്ട. പറയണ കേക്ക്. അവിടെ നിക്ക്. നിക്കാനല്ലേ പറഞ്ഞത്? ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വേണ്ട. ശരി എന്നാ, ഒന്നും പറയണ്ട. ഇനി എന്റെ അടുത്ത് മിണ്ടുകയേ വേണ്ട. എന്താ എന്താ എന്റെ അടുത്ത് വിളിക്കുന്നേ? എനിക്ക് കാണിക്കേ, കാണിച്ചു തന്നെ. വേണ്ട, ഇപ്പൊ വേണ്ട. അത് ഇനിയും പൂർത്തിയായിട്ടില്ല. എനിക്കിനി അത് കാണണമെന്നില്ല. മിനി, എന്റെ മിനി മോളെ. മിനി, ഇങ്ങോട്ട് നോക്ക്. എനിക്ക് വേണ്ടിയാണ്. താങ്ക് യു വെരി മച്ച്. യു ആർ ദ ബെസ്റ്റ്. അമ്മ, അച്ഛാ, എനിക്ക് ഇഷ്ടപ്പെട്ട ഡോൾ. മിനി, ഹായ്. മിനി, ഞാനിതാ എത്തിക്കഴിഞ്ഞു. മിനി, മിനി. മിനി, മിനി. മിനി,
നിനക്കറിയില്ല? മിനി എന്താ ഈ സംഭവിച്ചത്? മിനി, എന്തായാലും നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാനേ പറ്റില്ല. എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ല. മുതലാളി, മിനി, എന്നെ വിട്ടിട്ട് നിനക്കൊരിക്കലും പോകാൻ കഴിയില്ല. ഞാൻ അങ്ങേ വിട്ട് ഒരിക്കലും ഇവിടുന്ന് പോവുകയില്ല. മനസ്സിലായോ? അന്ന് തുടങ്ങി മിനി എന്നോടൊപ്പം തന്നെയാ. ഈ ബംഗ്ലാവിൽ എന്റെയും ഇദ്ദേഹത്തിന്റെയും ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ ബംഗ്ലാവ് ഒരിക്കലും നശിക്കരുത്. ഈ ബംഗ്ലാവിനെ ആരെ കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതെ, നീ സന്തോഷമായിട്ടിരിക്കെ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ആ പ്രഭുവേയും ദേവയെയും ഞങ്ങൾ ഒരു പാഠം പഠിപ്പിക്കാം. ആ സംശയമുണ്ടോ? നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എല്ലാവരും എന്റെ കൂട്ടുകാരാണ്. അതെ. കറക്റ്റ് ആയിട്ട് കൊണ്ടു. എടാ, ആരാടാ അത്? അടിപൊളി, അടിപൊളി, അടിപൊളി. ശാന്താർ, ശാന്താർ, അങ്ങൊന്നൊന്ന് പെട്ടെന്ന് എഴുന്നള്ളുന്നുണ്ടോ? പ്രഭു, നമ്മൾ കാണാൻ വന്നത് ശാന്താറിനെയല്ലേ? പിന്നെ നീ എന്തിനാ അങ്ങുന്നെ പുറത്തോട്ട് വിളിക്കുന്നേ? മണ്ടത്തരം വിളിച്ചു പറയലേ എന്റെ ദേവാ. ഓ, നിങ്ങള് രണ്ടുപേരും വീണ്ടും വന്നോ? ഞാൻ പറഞ്ഞതല്ലേ, ഈ ബംഗ്ലാവ് വിൽക്കുന്നില്ല. ഈ ബംഗ്ലാവ് നീ വിറ്റില്ലെങ്കില് നിന്നെ ഞങ്ങള് പഞ്ഞിക്കിടും, പറഞ്ഞേക്കാം. ഞങ്ങളൊന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പിന്മാറിയ ചരിത്രമില്ല. പഞ്ച് ഡയലോഗ് എന്തായാലും കലക്കി. താങ്ക് യു ദേവാ. ഞങ്ങളിത് എത്തിക്കഴിഞ്ഞു. ഇനി നിന്റെ വരട്ടൊന്നും ഇവിടെ നടക്കില്ല. പ്രഭു, എനിക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാല് ഇവന്മാര് നമുക്കിട്ട് പണി തരും. ദേവാ, ഇവർ നമ്മുടെ അതിഥികളാണ്. ഇവർക്ക് 2 വാച്ചുകൾ കൊടുത്തു. 2 വാച്ചോ? എന്തിനാ? കാരണം ഒന്ന് സമയം നോക്കാൻ, മറ്റൊന്ന് അവരുടെ സമയം ശരിയല്ലെന്ന് മനസ്സിലാക്കാൻ. അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്ത് നല്ല ജോക്കാണിത്. ഇവനൊരു ജോക്കർ തന്നെയാണ്. സംശയമുണ്ടോ? നിനക്കൊക്കെ ഞങ്ങളെ പറ്റി ശരിക്കറിയില്ല, അതുകൊണ്ടാ നീ ചിരിക്കുന്നത്. ദേവാ, ഇവർക്ക് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്ക്. റിട്ടേൺ ഗിഫ്റ്റോ? എന്നോട് പറഞ്ഞില്ലല്ലോ. ഇന്നെന്താ എന്റെ പെരുന്നാളാണോ? ബർത്ത്ഡേ ഒന്നും അല്ലടാ, നമ്മൾ ഇവിടെ നിന്ന് റിട്ടേൺ പോവുകയല്ലേ, അതിന്റെ ഓർമ്മയ്ക്കാണ് ഈ റിട്ടേൺ ഗിഫ്റ്റ്. ആ, ഇപ്പൊ കാര്യം പിടികിട്ടി. ഇന്നാ പിടിച്ചോ നിങ്ങളുടെ റിട്ടേൺ ഗിഫ്റ്റ്. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആദ്യത്തെ ഗിഫ്റ്റ് ആണ്. ഇനി ഞങ്ങളോട് കളിച്ചാൽ ഒരു കട തുടങ്ങാനും മാത്രം ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ഞങ്ങൾ തരും. ഇവരുടെ പക്കൽ മാരക ആയുധങ്ങളുണ്ട് കൂട്ടുകാരെ. അതിനെന്താ പ്രശ്നം? ലോകത്തിൽ വെച്ച് അപകടകരമായ വലിയൊരു ആയുധം നമ്മുടെ കയ്യിലുണ്ട്. മിനി, എന്ത്? ലോകത്തിലെ ഏത് ധൈര്യമുള്ള ആളായിരുന്നാലും അവർ ഭൂതത്തെ പേടിക്കും. എന്നാൽ അവർക്കൊരിക്കലും മിനിയെ കാണാനും സാധിക്കില്ല. നമുക്കേ അത് കഴിയൂ. ഇന്ന് രാത്രി അവരെ ബംഗ്ലാവിന്റെ അകത്തേക്ക് കൊണ്ടുവരണം. വൃത്തികെട്ട മണ്ട,
ഇങ്ങനെ പിന്നീട് വന്ന് പേടിപ്പിക്കരുതെന്ന് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 2 ഷേക്കുകൾ വന്നിട്ടുണ്ട്. എന്ത് ഷേക്ക്? എവിടുത്തെ ഷേക്ക്? ഷെയ്ക്കോ അകത്തേക്ക് വരാൻ പറയൂ. ഞാൻ ഷെയ്ഖ് സുൽത്താൻ അലി പുറത്ത്. ഇതെന്റെ അളിയൻ സുൽത്താൻ അലി വകത്ത്. പുറത്ത് അകത്ത്. പ്രഭു, ഒരേ സമയത്ത് ഒരാൾക്ക് പുറത്തും അകത്തും എങ്ങനെ വരാൻ സാധിക്കും? എടാ തടിയാ, ഞങ്ങളുടെ പേരിനെ കളിയാക്കുന്നോ? നിന്നെ പിടിച്ച് ഞങ്ങൾ ഒട്ടകത്തിന്റെ കാലിൽ കെട്ടിയിടും. ഒട്ടകത്തിന്റെ കാലിൽ കെട്ടിയിട്ട പിന്നെ അതെങ്ങനെ നടക്കുക? വെരി ഇന്റലിജന്റ്. എന്റെ മനസ്സിനകത്തും ഈ ചോദ്യം തന്നെ ഉണ്ടായിരുന്നത്. ആ, കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ബുദ്ധി ഒന്നാണ്. ഹുയ് 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 ഹുയ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾക്ക് ഒരുപാട് എണ്ണക്കിണറുകളുണ്ട്. ഞങ്ങൾക്കത് വേണ്ട. പ്രഭുവിന്റെ കൊളസ്ട്രോള് ഇപ്പൊ വളരെ കൂടുതലാ. എടാ മരമണ്ടനായ കഴുതേ, അവൻ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശുകളുണ്ട്. ഞങ്ങൾക്കൊരു പഴയ ബംഗ്ലാവ് വാങ്ങിച്ച് അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പണിയണം. ഞങ്ങളുടെ ഭാര്യമാർക്ക് താമസിക്കാൻ വേണ്ടിയാ. നിങ്ങൾ വലിയ ബിൽഡേഴ്സ് ആണെന്ന് ഞങ്ങൾ കേട്ടു. കേട്ടത് ശരി തന്നെയാണ്. ഹോട്ടലൊക്കെ തനിച്ച് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാം. അതെന്തിനാ നിങ്ങൾക്ക് തരുന്നത്? ഞങ്ങൾ നിങ്ങൾക്ക് 200 കോടി രൂപ തരാം. ഞാൻ പറഞ്ഞ കാശ് തീരെ കുറഞ്ഞൊന്നും പോയില്ലല്ലേ? കുഴപ്പമില്ല, നമുക്കങ്ങ് കൊടുത്തേക്കാം. ഓയ് 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 ഓയ്. ആ? ഇവന്മാരെ വാഷിംഗ് മെഷീനകത്ത് ഇടേണ്ടി വരും. അതെന്തിനാ? നന്നായിട്ട് തല കറങ്ങുമ്പോൾ കാര്യം എന്താണെന്ന് ഇവന്മാര് തന്നെ പറയും. എല്ലാരും സംശയിക്കണ്ട. എന്തുമാത്രം കാശാണെന്ന് ആലോചിച്ച് നോക്ക്. സമ്മതമാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾക്ക് ബംഗ്ലാവ് കാണിച്ചു തരണം. സമ്മതമാണ്, സമ്മതമാണ്. വരൂ. ആലോചിച്ച ഇങ്ങനെ കമുക് പോലെ വളർന്നു പോയതൊന്ന് വരുന്നുണ്ടോ? ഞങ്ങൾക്ക് ഈ ബംഗ്ലാവ് മതി. റെഡി. റെഡി. അറ്റാക്ക്. ഹാപ്പി ഹോളി പ്രഭു. ഹോളിയല്ല, ഇതേതോ നമ്മുടെ ശത്രുക്കൾ ചെയ്യുന്ന പണിയാണ്. നല്ല രസമുണ്ട് കേട്ടോ. അതെയോ? എന്നാൽ യഥാർത്ഥ രസം എന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. കല്ല് ബലൂണോട്ടാ എറിഞ്ഞത്. കല്ലുകൊണ്ടുള്ള ബലൂൺ അല്ലടാ കഴുതേ, കല്ലുകൊണ്ട് തന്നെയാ എറിഞ്ഞത്. അവനും കഴുത തന്നെയാ. സുൽത്താൻ ഈ പുറത്ത്. കൺട്രോൾ. സോറി സുൽത്താൻ. അകത്ത്. ടയറിന്റെ പണി തീർന്നു എന്നാ തോന്നുന്നത്. അല്ല, ആരായി ടയർ? എന്തായിരുന്നു അയാളുടെ പണി? മിണ്ടാതിരിക്കുന്നേവാ. ആരുടെയും മുള്ളുകൾ കളഞ്ഞു പോയതാ. കളഞ്ഞു പോയതല്ല എന്റെ ദേവാ, ടയർ പഞ്ചറാക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം വിതറിയിരിക്കുന്നതാണ്. ഡോണ്ട് വറി, നമ്മുടെ പക്കല് സ്റ്റെപ്പിനിയുണ്ട്. 4 ടയറിന് 1 സ്റ്റെപ്പിന് എങ്ങനെയാടാ ശരിയാവുന്നേ? ഓ, അതിന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഓ, ശരി വാ, നമുക്ക് പോയി 3 സ്റ്റെപ്പിനെ അങ്ങ് എടുത്തോണ്ട് വരാം. വേണ്ട, നമുക്ക് ബംഗ്ലാവ് വരെ നടന്നു പോകാം. നടക്ക്. ഇനി നിന്റെ പണി നീ തുടങ്ങിക്കോ മിനി. സംശയട്ടോ? ഇല്ല, ഇനി കണ്ടോ കളി. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം.
ആ, ആ, അയ്യ, ആ, ഓ, ആ, ആ. പ്രഭു നേരം രാത്രിയായി. നമുക്കൊരു കാളയെ കൂടി കൊണ്ടുവരാമായിരുന്നു. അതെന്തിനാ പ്രഭു? അപ്പൊ ഇന്ന് കാളരാത്രി ആയനെ. ശാന്താർ, ശാന്താർ, നീ ഒന്ന് പുറത്തു വരുന്നുണ്ടോ? പ്രഭു നീ എന്തിനാ വീണ്ടും ആവശ്യമില്ലാതെ അയാളെ വിളിക്കുന്നേ? പ്രഭു പ്രഭു ടേബിള് പറക്കുന്നു. വെറുതെ കിടന്ന് പേടിക്കരുത്. സുൽത്താൻ ഈ അകത്ത് ആരായി തല്ലുന്നത്? സുൽത്താൻ ഈ പുറത്ത് എനിക്കെന്താ ഭൂതമാണെന്നാ തോന്നുന്നേ. ആ ആഫ്രിക്കയിൽ ഇതുപോലത്തെ ഒരു ബംഗ്ലാവ് ഉണ്ട്, അവിടെയും ഭൂതമുണ്ട്. അപ്പൊ ഇയാള് ഭൂതമാണെന്നാ പറയുന്നേ? എടാ സുൽത്താൻ ഈ അകത്തല്ലേ പറഞ്ഞത്, ഈ ബംഗ്ലാവില് ഭൂതം ഉണ്ടെന്നാ പറഞ്ഞത്. അവിടെ എന്റെ സഹോദരൻ സുൽത്താൻ ഒരിക്കൽ എവിടെയോ പോയിരുന്നു. അതിനുശേഷം സുൽത്താൻ എവിടെയോ മറഞ്ഞങ്ങ് പോയി. പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ലേ? കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞാൽ കാണാൻ കഴിഞ്ഞതും കാണാതെ പോകും. എന്നാൽ കണ്ടുകൊണ്ടിരുന്ന ആളെ കണ്ടില്ലെങ്കിൽ കാണാതെ പോയ ആളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമല്ലോ. എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാവും. സുൽത്താൻ എവിടെയോ ഞങ്ങളുടെ 5ാമത്തെ സഹോദരനാ. എന്നാ ഇനി നിങ്ങൾ ഒന്നും കാണാൻ പോകുന്നില്ല. അല്ല, ഈ ശബ്ദം ഇത് എവിടുന്നാ വരുന്നത്? ഐ ഡോണ്ട് നോ പ്രഭു. ഞാൻ നിങ്ങളെ നിങ്ങളെ വിടില്ല, തല്ലും ഞാൻ. ഓടിക്കോ ഓടിക്കോ, പിടിച്ചു. ഓടിക്കോ, 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 ഓടിക്കോ. ഓടിക്കോ. പ്രഭു ടെൻഷൻ മാറി, ഇപ്പൊ തലവേദന എടുക്കുക. ഇനി ഇവിടെ നിന്നാൽ തലവേദനയല്ല, നമ്മുടെ തല തന്നെ ഉണ്ടാവുകയില്ല. അതിലൂടെ ഓടിക്കോ, ഓടിക്കോ.
അവന്മാര് ശരിക്കും പേടിച്ചു. ഇല്ല, പ്രഭു ബുദ്ധിമാനാണ്. അയാൾ അത്ര പെട്ടെന്ന് പറ്റിക്കാൻ കഴിയില്ല. പൊപ്പട്ട്, നീ അവരെ പിന്തുടരെ. ഓക്കേ? ഓക്കേ. പുറകിന്ന് വിളിക്കണമെന്ന് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാ? ഈ ശബ്ദം എവിടുന്നാ വരുന്നത്? ഫോണാടാ ഇത്. ഓണായിരുന്നു. പ്രഭു, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഇനിയിപ്പോ നമ്മൾ എന്തു ചെയ്യും? ആ പ്രേതത്തിനെ വിളിച്ച് നമുക്ക് ഷാമ്പയിൻ കൊടുക്കാം. അതിൽ വിഷം കലർത്തിയാൽ അതിന്റെ പണി അതോടെ തീരും. പക്ഷെ പ്രഭു, അത് നേരത്തെ തന്നെ മരിച്ചതല്ലേ? അതുകൊണ്ടല്ലേ അത് ഭൂതമായത്? നമുക്ക് ചിങ്ങവനം സന്യാസിയെ വിളിക്കാം. അതാരാ? അയാൾ വലിയൊരു തന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്ര വലിയ ഭൂതമാണെങ്കിലും അതിനെ അദ്ദേഹം പിടിച്ചിരിക്കും. അത് ശരി, അപ്പൊ അതാണ് പണി അല്ലേ? ബണ്ണി, നീ പറഞ്ഞത് ശരി തന്നെയാണ്. അവര് പേടിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. അവര് ചിങ്ങവന സന്യാസിയെ വിളിക്കാൻ പോവുകയാണ്. ചിങ്ങവനം സന്യാസിയായോ? അയാളുടെ പേര് പറഞ്ഞപ്പോ എന്താ പേടിക്കുന്നേ? നിങ്ങൾ കരുതും പോലെ അയാളുടെ ഒരു സാധാരണ ആളല്ല. അയാളുടെ കൈ കിട്ടിയ നമ്മളെ എല്ലാം എടുത്തിട്ടിടിക്കും. ചിങ്ങവനം സന്യാസി വളരെ അപകടകാരിയായ ആളാണ്. അയാളുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അയാള് ആത്മാക്കളെ കുപ്പിക്കകത്താക്കും. എനിക്ക് കുപ്പിനകത്ത് പോകണ്ട. നിന്നെ ആരും കുപ്പിക്കകത്താക്കുകയില്ല. ഈ ചിങ്ങവനം സന്യാസിയെ വെച്ച് പ്രഭുവിനും ദേവയ്ക്കും നമുക്കൊരു പണി കൊടുക്കാം. എങ്ങനെ? എന്റെ പക്കൽ ഒരു നല്ല ഐഡിയ ഉണ്ട്. സന്യാസമാണ് ജീവിതത്തിലെ ശക്തി. സന്യാസമാണ് ജീവിതത്തിലെ സന്തോഷം. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണം സ്വാമി. ഇയാളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം സ്വാമി. അയാളിതാ എത്തി. കുടുകുട കുണ്ടം മടുമടു മണ്ടം തട തട തണ്ടം. ആരാണ് നീ? ഹണി. ഇയാള് കള്ളം പറയുകയാണ്. അതെ, ഞാൻ സുൽത്താൻ പുറത്താണ്. ഷേക്കിന്റെ രൂപത്തിൽ സന്യാസിയോ? ഇയാള് പറ്റിക്കാൻ നോക്കിയാണ്. അതെ, ഇയാള് തല്ലുന്ന സന്യാസിയാ. അതെ, ഞാൻ തല്ലുന്ന സന്യാസി തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ധൈര്യം. ചിങ്ങവന സന്യാസി തന്നെ ഇദ്ദേഹം തല്ലിയല്ലോ. ഇത് തല്ലല്ല, ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ആശീർവാദമാണ്. എന്നെ തല്ലുന്നു. നിന്റെ അവസ്ഥ എന്താവാൻ പോകുന്നു നീ തന്നെ നോക്കിക്കോ. കുടുകുടു കുണ്ടം തടതട തണ്ടം മടുമുടു മണ്ടം. ഈ ആത്മാവിനെ എന്നെ കൊണ്ട് തളയ്ക്കാൻ കഴിയുകയില്ല. എടാ കള്ള സന്യാസി, അതിന് ഞാൻ ആത്മാവല്ലല്ലോ. തല്ലുന്ന സ്വാമി, തല്ലുന്ന സ്വാമി. ഈ കഴുതയ്ക്ക് വേഷം ഇടണ്ടെന്ന് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. എന്റെ ശക്തി എന്താണെന്ന് ഇപ്പോൾ തന്നെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഹൈ. അമ്മ
ഞാൻ ക്ഷീണിച്ചു പോയി. ഞാൻ പോയിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം. ആശീർവാദം തരാം. ഇനി ഇങ്ങോട്ട് വരണ്ടായോ? കുടുകുടുകുണ്ടം മടുമടു മണ്ടം. ഇതെന്ത് അന്യായമാണ്? എന്തിനാ അങ്ങനെ തല്ലിയത്? സ്വാമിജി, അങ്ങയുടെ ശക്തിയൊക്കെ ക്ഷയിച്ചു പോയെന്ന് തോന്നുന്നു. എന്റെ ശക്തിയെ ഞാൻ റീചാർജ് ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് ഞാൻ പോവുകയാണ് ഹിമാലയത്തിലേക്ക്. കുടുകുടുകുണ്ടം മടുമടു മണ്ടം തടതട തണ്ടം. എന്റെ അമ്മച്ചി, ഇയാളാണെങ്കിൽ ഹിമാലയത്തിലേക്കും പോയി. അല്ല, ഇനി എങ്ങനെയാണ് ആ പ്രഭുവും ദേവായും തളയ്ക്കുക? അതാണ് പ്ലാൻ. ഇനി ചിങ്ങവനം സന്യാസി നമ്മളെ സഹായിക്കും. കൃത്യസമയത്ത് റീചാർജ് ചെയ്താൽ മൊബൈൽ അടിക്കും എന്നും കോൾ എടുക്കാനായി ഞാൻ ഇതാ വന്നു. അടികൈ. ഹലോ കണ്ണ സാർ, ബണ്ണിയെ സംസാരിക്കുന്നേ. അങ്ങ് ഉടൻ തന്നെ പാലൻപൂരിലേക്ക് വരണം. ഞാൻ അങ്ങോട്ടൊന്നും വരില്ല. അതെ, അങ്ങനെയൊന്നും പറയരുത്. വന്നേ മതിയാകൂ. ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം ആവശ്യമുണ്ട്. ക്രിസ്മസ് എത്തിക്കഴിഞ്ഞാൽ സാന്താക്ലോസ് എത്തിയിരിക്കും. നിങ്ങളെ സഹായിക്കാൻ ഞാനും അവിടെ എത്തിയിരിക്കും. അടികൈ. താങ്ക് യു. അങ്ങ് വരുമ്പോൾ ആ പറക്കുന്ന ഷൂസും കൊണ്ട് വരണം. ഓക്കെ, ഏറ്റു. ഞാൻ വെളുപ്പിനെ തന്നെ അങ്ങ് എത്തിക്കോളാം. എവിടെയാണ് നമ്മുടെ പ്രഭുദേവ? കണ്ടോ, ഞങ്ങൾ ഇതാ എത്തിപ്പോയി. അല്ല, ഇവനാരോ? എനിക്കും അറിയില്ല. ഈ കിക്ക് ബോക്സർ എന്തിനാ സന്യാസിയുടെ വേഷം ധരിച്ചിരിക്കുന്നത്? ഇനിയും ആരാണെന്ന് മനസ്സിലായില്ലേ? ഇയാള് തലകുത്തി നിൽക്കുന്നത് കൊണ്ട് ഇയാളാണ് ചിങ്ങവനം സന്യാസി. ട്രെയിൻ പോകും പാളങ്ങളിലൂടെ നേരെ തലകുത്തി നിന്നാലും നിങ്ങൾക്ക് പണി നടന്നാൽ പോരെ? അടികൈ. അടിച്ചോ? എങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. ഉണങ്ങാനിട്ടിരുന്ന തുണികൾ വീണു മുള്ളിന് മുകളിൽ. ഞാൻ പിടിച്ചകത്താക്കും ഭൂതങ്ങളെ കുപ്പിക്കുള്ളിൽ. അടികൈ. അടിച്ചോ? എങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. അടികൈ. 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 നിർത്തോ. അയാളോട് മതിയാക്കാൻ പറ പ്ലീസ്. അടിച്ചോ? എങ്കിൽ ഒന്നുകൂടെ പറയാം. മതിയാക്കൂ, ഒന്ന് മതിയാക്കൂ സ്വാമിജി. നമ്മളിവിടെ വന്നത് പ്രേതത്തെ പിടിക്കാൻ വേണ്ടിയാണ്, കവിത പറയാൻ വേണ്ടിയല്ല. തേങ്ങ നന്നായി ഉണങ്ങിക്കിട്ടണമെങ്കിൽ വേണം വെയിൽ. ആ ഭൂതത്തെ നമ്മൾ തളച്ചിരിക്കും ഇന്ന് രാത്രിയിൽ. അടികൈ. വരൂ. പ്രേതം തൊഴിച്ചാൽ പോകും ജീവൻ ഭൂമിയിൽ നിന്ന്. ഈ പ്രേതം നമ്മുടെ ആള് തന്നെയല്ലേ? അതെ. എന്നാ പിന്നെ ഓക്കെ. അടികൈ. അകത്തേക്ക് വന്ന നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ലോ. അടുത്തത് നമ്മളാണ്. ഇന്നിവിടെ നിന്നും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതാരാണ് പറയുന്നത്? ഭൂതമാണ്. എടാ, ഇങ്ങ ഇരുന്ന് യാരും തപ്പിക്ക മുടിയാതെ. എന്താടാ പെട്ടെന്ന് സ്വാമി തമിഴിൽ സംസാരിക്കുന്നേ? എടാ മണ്ട, ചിങ്ങവനം അല്ലേ? അതങ്ങ് തമിഴ്നാട് ബോർഡറിലാ ഉള്ളത്. എവിടെയാടാ അത്? എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. എടാ ഭൂതമേ, ഇനി നിനക്ക് രക്ഷയില്ല. ആ
എന്റെ അമ്മച്ചി അതിനെ തല്ലി. സമ്മതിച്ചേ മതിയാകൂ. എന്തൊരു ശക്തിയാണ് അയാൾക്ക്. അയാളുടെ ശക്തി നമുക്കങ്ങ് പിടിച്ചു വാങ്ങിച്ചാലോ? എടാ മണ്ട, ആ പൊതിയിൽ പഴംപൊരിയാണെന്ന് വിചാരിച്ചോ? അത് ദിവ്യന്മാർക്ക് മാത്രമുള്ളതാണ്. പഴത്തോലിൽ വഴുതി സാറ് താഴെ വീണ്. ഈ ഭൂതം വളരെ പവർഫുൾ ആണ്. അടികൈ. താനിങ്ങനെ കവിത പറഞ്ഞു നിൽക്കാതെ ആ ഭൂതത്തെ വേഗം തളയ്ക്കാൻ നോക്ക്. ശാന്ത. ഓ എന്റെ അമ്മച്ചി, ഇത് വളരെ ശക്തനായ ഭൂതമാണ്. ഓടിക്കോ. ഇനി ഈ ബംഗ്ലാവിലേക്ക് വരരുത്. അടികൈ. അപ്പൊ അങ്ങനെയാണ് കാര്യം. ഇവിടെ ഭൂതവും പ്രേതവും ഒന്നും തന്നെയില്ല. ഈ പണിയൊപ്പിച്ചത് ശാന്താറും അവന്റെ കൂട്ടാളികളും ചേർന്നാണ്. പക്ഷെ ഞാനുണ്ടല്ലോ ഇവിടെ. ആരെങ്കിലും ഈ ടേപ്പ് റെക്കോർഡർ ഒന്ന് ഓഫ് ചെയ്യ, അല്ലെങ്കിൽ എല്ലാരെയും കൊല്ലും ഞാൻ. ശാന്താർ, ഇവനാണ് ഇവർക്കെല്ലാവർക്കും ബോസ്. ഇവനെയാണ് കൊല്ലേണ്ടത്. ഇയാളെന്തിനാ കൊല്ലുന്നേ? കാരണം തലയില്ലെങ്കിൽ പിന്നെ വാലൊരിക്കലും ആടുകയില്ല. വേണ്ട, ആദ്യം നമുക്ക് ഇയാളുടെ കയ്യിൽ നിന്ന് പേപ്പറിൽ സൈൻ വാങ്ങണം. എങ്കിൽ ശരി, ഈ പേപ്പറിൽ സൈൻ വാങ്ങിയതിനു ശേഷം നമുക്ക് ഇവനെ കൊല്ലാം. എന്നിട്ട് ഏതെങ്കിലും മരത്തിൽ ഇവനെ കെട്ടിത്തൂക്കണം. അതെന്തിനാ? അങ്ങനെ ചെയ്തതിലെ പോലീസുകാർക്ക് ആത്മഹത്യയാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇത് ഞാൻ ഇതിൽ സൈൻ ചെയ്യില്ല. അതെയോ? നീ സൈൻ ചെയ്യില്ലല്ലേ? എടാ, നിന്റെ അതിഥികളെയൊക്കെ ഞാൻ അങ്ങ് കൊന്നുകളയട്ടെ. വേണ്ട, ആ കുട്ടികളെയൊക്കെ വെറുതെ വിട്. ഞാൻ സൈൻ ചെയ്ത് തന്നേക്കാം. ഒപ്പിടരുത്. എല്ലാവരെയും കൊല്ല്. ആരാണ് ഈ തല്ലുന്നത്? ഭൂതമാണ് പ്രഭു. ശാന്താറിനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരെയും ഞാനൊരു പാഠം പഠിപ്പിക്കും. വേണ്ട വേണ്ട മിനി, ആ തോക്ക് താഴെയിട്. കുടുകുടുകുണ്ടം മടുമടുമണ്ടം തടതട തണ്ടം. നിങ്ങൾ എന്താ കരുതിയത് ഞാൻ അങ്ങ് ഹിമാലയത്തിലേക്ക് പോയെന്നോ? നിങ്ങളുടെ പ്രവൃത്തികളിൽ അന്നേ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഇനിയുള്ള കാലം നിനക്ക് ഇതിനകത്ത് സുഖമായിട്ട് കഴിയാം. അതാണ് നിന്റെ വിധി. കുടുകുടുകുണ്ടം മടുമടുമണ്ടം തടതട തണ്ടം. മിനി, കുടുകുടുകുണ്ടം മടുമടുമണ്ടം. എന്നെ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്കൊരു സന്തോഷമില്ലാത്ത? ഇത് നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡയല്ലേ? എല്ലാറ്റിനെയും കൊല്ല്. എന്റെ പേരാണ് ശ്രീ പാണ്ഡ, ചുൽബുൽ പാണ്ഡ. മനസ്സിലായോ?
എന്നെ പോലൊരു സ്റ്റൈലിഷ് ഹീറോ കേരളത്തിൽ വേറെയുണ്ടോ? തീർച്ചയായും ഇല്ല. ഉത്തരം ശരിയാണ്. ഞങ്ങള് തല്ലുകൊണ്ട് എല്ലൊടിഞ്ഞിരിക്കുമല്ലേ, വീണ്ടും എന്തിനാ തല്ലുന്നേ? ഇതെന്റെ പ്രത്യേക സ്റ്റൈലാണ്. ആദ്യം ഇടിക്കും, എന്നിട്ടേ പിടിക്കൂ, പിന്നെ ജയിലിൽ കൊണ്ടുപോയി വീണ്ടും ഇടിക്കും. ഇൻസ്പെക്ടർ പാണ്ഡ, സദ്യ കഴിക്കാൻ പോയപ്പോൾ പ്രഥമൻ തീർന്നു പോയി. നമ്മുടെ പാണ്ഡ ഇപ്പോൾ സ്റ്റൈലിഷ് ആയി. അടികൈ. ഡാ, ഏതായി വൃത്തികെട്ടവൻ? ആ, ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? എന്റെ സാറേ, ഇത് നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡയല്ല, അദ്ദേഹത്തിന്റെ ചേട്ടനാണ് സി പാണ്ഡ, അതായത് ചുൾബുൾ പാണ്ഡ. ഞാനാണ് ഇദ്ദേഹത്തെ ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞത്. ഇദ്ദേഹവും പാണ്ഡയാണോ? എടാ, പാണ്ഡയൊന്നും പാണ്ഡ തന്നെയാണ്, ഒരിക്കലും ചെണ്ടയാവുകയില്ല. ഞാൻ പോട്ടെ. ഇനി ജയിലിനകത്തിരുന്ന് 5 സ്റ്റാർ ഹോട്ടൽ നിർമ്മിച്ചാ മതി. താങ്ക് യു ശാന്താർ. അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത്? എല്ലാം ചെയ്തത് ഈ കുട്ടികളല്ലേ. താങ്ക് യു. നിങ്ങൾ കാരണം ഇനി ഈ ബംഗ്ലാവിൽ ഞാൻ സമാധാനത്തോടെ ജീവിക്കും. വേണ്ട മോളെ, നീ എന്തായാലും ഇനി ഇവിടുന്ന് തിരിച്ചു പോയേ മതിയാവൂ. ഞാനിവിടെ നിന്ന് എങ്ങോട്ടാ പോവാ ശാന്താർ? അവിടെ നീ എവിടെയാണോ ഉണ്ടാവേണ്ടത് അവിടെ. ഇങ്ങനെ ആത്മാവായിട്ട് കഴിയുന്നത് ഒരിക്കലും നന്നല്ല. മുക്തി നേടണം. എനിക്ക് അങ്ങേ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. എനിക്ക് അങ്ങേ വിട്ട് ഒരിടത്തും പോകണ്ട. മുത്തച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ് മിനി. നീ വേഗം പോ. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സത്യമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ജനിക്കും. അതെ, ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. മോക്ഷം നേടൂ, ശാന്തി നേടൂ. പോകാൻ നോക്കുമിനി. അടുത്ത ജന്മത്തിൽ നിനക്ക് നല്ലൊരു ജീവിതം തീർച്ചയായും കിട്ടും. അത് മാത്രമാണ് ഏറ്റവും നല്ല മാർഗം. അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ എന്തായാലും പോയി മതിയാകും. ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ല. എന്നെ ഈ അവസ്ഥയിൽ കാണുന്നത് ശാന്താറിനും ദുഃഖമാണ്. ബൈ ബൈ എവരിബഡി. ബൈ മിനി.